ഇത്രയധികം മീനുകളെ ഒരുമിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് സത്യമാണ്. അത് കാണണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ എജിപിസ് വേൾഡ്. തൊടുപുഴ മറൈൻ എക്സ്പോയെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. എൻട്രി ഫീസായി ഒരാൾക്ക് കൊടുക്കേണ്ടത് 100 രൂപയാണ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 100 രൂപ തന്നെ നമ്മൾ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ഡിസംബർ 27 മുതലാണ് ഇവരിവിടെ ഈ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് APJ അബ്ദുൽ കലാം സാറിൻ്റെ 2 പ്രതിമകൾ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് കുറേ റോക്കറ്റുകളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് നേരെ കാണാം. APJ അബ്ദുൽ കലാം മൈ ജേർണി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുൽ കലാം സാറിൻ്റെ അടുത്തൊരു പ്രതിമയും ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൺകുളിർക്കെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. നേരെ കയറുമ്പോൾ തന്നെ റോക്കറ്റുകളുടെ പടവും കുറച്ച് റോക്കറ്റിൻ്റെ മോഡൽസും ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് കുട്ടികൾക്കായുള്ള സൂ ആണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മൃഗങ്ങളുടെ ഡമ്മി മോഡൽസ് സെറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത് അവയുടെ സൗണ്ട് അതെല്ലാം അവർ പുറപ്പെടുവിക്കും. ഇതെല്ലാം കുട്ടികൾക്കൊരു ചെറിയ സന്തോഷം നൽകും. കാരണം അവർക്കൊരു സൂവിൽ പോയ പ്രതീതി കിട്ടും. അങ്ങനെ കുറേ മൃഗങ്ങളുടെ സെറ്റപ്പ് അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കാണും. അതിനുശേഷം നമുക്ക് ബാക്കി അകത്തേക്ക് പോയി മീനുകളുടെ വിശേഷങ്ങൾ കാണാം. സൂ എല്ലാം കണ്ടു കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നത് മത്സ്യങ്ങളുടെ വർണ്ണാഭമായ ഒരു ലോകം തന്നെയാണ്. പലതരം വിവിധ ഇനം മത്സ്യങ്ങൾ, അവ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ പലതരം മത്സ്യങ്ങളെ ഒരു ചില്ലിനകത്താക്കി നമ്മുടെ കൺമുമ്പിലേക്ക് അവർ പ്രദർശനത്തിന് എത്തിക്കുകയാണ്. ഇതെല്ലാം വളരെ വർണ്ണാഭമായി അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിൽ, ആനന്ദകരമായ രീതിയിലാണ് അവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പല മത്സ്യങ്ങളെയും നമുക്ക് ഇതിൽ ആദ്യമായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവയുടെ പേരുകൾ പോലും നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ചില മത്സ്യങ്ങൾ നമുക്ക് പരിചിതമാണെങ്കിലും ഇതിലുള്ള ഭൂരിഭാഗം മത്സ്യങ്ങളും നമുക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും. അങ്ങനെ വിവിധ ഇനം മത്സ്യങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ മത്സ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരൂ. എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
അങ്ങനെ വിവിധതരം മത്സ്യങ്ങളെ കണ്ട് നമ്മൾ നടന്ന് വരുമ്പോൾ നമ്മൾ പിന്നീട് എത്തുന്നത് ഒരു ടണലിൻ്റെ അകത്തേക്കാണ്. ഇവിടെ അവർ ഒരുക്കിയിരിക്കുന്നത് ഒരു വർണ്ണ കാഴ്ചകൾ തന്നെയാണ്. നമ്മുടെ മുകളിലൂടെയും സൈഡിലൂടെയും ഒക്കെ മത്സ്യങ്ങൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളൊരു കടലിനുള്ളിൽ അകപ്പെട്ട ഒരു പ്രതീതി ഇവരിവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വർണ്ണാഭമായ മത്സ്യങ്ങളെ ഇവിടെ കാണുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ആനന്ദകരമായ ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഈ ടണലിനുള്ളിൽ വിവിധ ഇനം മത്സ്യങ്ങളെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലുതും ചെറുതുമായ ഒട്ടനവധി മത്സ്യങ്ങൾ നമ്മുടെ മുകളിലൂടെയും സൈഡിലൂടെയും പോകുന്നത് കുട്ടികൾക്കെന്ന് പോലെ തന്നെ മുതിർന്നവർക്കും ഒരു കൗതുകകരമായ കാഴ്ചയാണ്. ഇങ്ങനെ മീനുകളെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നീട് പങ്കുവയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കാണൂ, എന്നിട്ട് നമുക്ക് ഇതിന് പുറത്തുള്ള എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മീനുകളെല്ലാം കണ്ട് ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പിന്നീട് നമ്മൾ എത്തുന്നത് നമ്മുടെ പൈസയെല്ലാം പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആദ്യം തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അതിനുശേഷം ഇവിടെ പലതരം കരകൗശല വസ്തുക്കളും വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ, കുട്ടികളെയും കൊണ്ട് വന്ന് എന്തായാലും നിക്കർ കീറിപ്പോവും. കാരണം അവരെന്തായാലും കളിപ്പാട്ടങ്ങളെ കാണുമ്പോൾ വേണമെന്ന് പറയും. പിന്നെ പുസ്തകങ്ങൾ, പിന്നീട് ബാഗുകൾ, ചെരുപ്പുകൾ, വാച്ചുകൾ, പിന്നീട് എന്താ പറയുക, എലീനെ ഓടിക്കാനുള്ള മരുന്നുകൾ, പാറ്റ, പല്ലി ഇവയെ തുരത്താനുള്ള മരുന്നുകൾ, പിന്നെ ഫുഡ് ഐറ്റംസായ അലുവ അങ്ങനത്തെ ഐറ്റംസ്, ഇതെല്ലാം അവരിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ കാണുന്നത് എന്താ പറയുക, ഒരു പള്ളിപ്പെരുന്നാളിന് കിട്ടുന്നത് പോലെ തന്നെയുള്ള കളിപ്പാട്ടങ്ങളാണ്. ഇതെല്ലാം കാണുമ്പോൾ ഏത് കൊച്ചുമക്കളും നമ്മുടെ അടുത്തത് വേണമെന്ന് പറയുന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. അങ്ങനെ നമ്മുടെ നിക്കർ കീറുന്നതായിരിക്കും. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണും, ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ കാണും. അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളുമായി ഞാൻ തിരികെ എത്താം.
അങ്ങനെ നമ്മൾ ആ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് ഫുഡ് കോർട്ടുകളിലേക്കാണ്. ഇവിടെ വിവിധ തരം കുലുക്കി സർബത്തുകൾ, പിന്നെ പാനിപ്പൂരി, ബേൽപൂരി, അങ്ങനെ കഴിക്കാവുന്ന ഐറ്റംസ് എല്ലാം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാവുന്നതാണ്. നമുക്ക് എന്തൊക്കെ മേടിക്കണമോ ചായ, കാപ്പി, അങ്ങനത്തെ ഐറ്റംസ്, കൂൾ ഡ്രിങ്ക്സ് എല്ലാം തന്നെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുന്നവർ അതൊക്കെ നോക്കിയും കണ്ട് വാങ്ങിക്കുക. കാരണം ഇതൊക്കെ എന്തോരം സെറ്റപ്പ് ഉള്ളതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയും കണ്ട് മാത്രം ഇവിടുന്ന് മേടിക്കുക. നമ്മുടെ ആരോഗ്യം അത് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇവിടുന്ന് മേടിക്കുന്ന ഐറ്റംസൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കി നിങ്ങളത് ഇവിടുന്ന് മേടിക്കുക. അതിനുശേഷം അവർ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ ഐറ്റംസ് കയറിയതുണ്ട്. ഇത് ആകാശ ഊഞ്ഞാലാണ്, അതുപോലെ കറങ്ങുന്ന റോളർ കോസ്റ്റർ റൈഡ് പോലത്തെ ഒരു റൈഡ്, അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പാർക്കുകൾ, ഈ ചെറിയ ചെറിയ എക്സ്പോയൊക്കെ വെക്കുന്ന ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അവരോട് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ കാശ് കൊടുക്കണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞങ്ങളിത് കയറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. എക്സ്ട്രാ കാശ് കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ജസ്റ്റ് ഒരു പ്രാവശ്യം വന്ന് നമുക്ക് കാണാം, കുട്ടികളെയും കൊണ്ട് വരാം. ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഇത് 4 to 9 ഇതിൻ്റെ പ്രവർത്തന സമയം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ മറൈൻ എക്സ്പോ തൊടുപുഴയിലെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണം, പിന്നെ ഒരു ഷെയറും ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എബ്രഹാം സൈനിങ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഫ്രം എജിപീസ് വേൾഡ്.